നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ലൈഫിൽ റിച്ച് ആകുക, ഒന്ന് സക്സസ്ഫുൾ ആകുക എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൈസ. അപ്പോൾ പൈസ നമുക്കൊരു സെർട്ടൻ ലെവൽ, നമുക്കൊരു 9 to 5 ജോബൊക്കെ വഴി നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അൾട്രാ റിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യത്തിൽ കൂടുതൽ ഒരു റിച്ച് ലൈഫൊക്കെ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു 9 to 5 ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ വേൾഡിൻ്റെ ഒരു എൻ്റയർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതലുള്ള പൈസ ഉണ്ടാക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഭൂരിപക്ഷവും ബിസിനസ് ഓണേഴ്സാണ്. അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, ലൈക്ക് ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, ഹൈലി ടെക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളും ഉണ്ടാവും. പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഒരു അടുത്ത ലെവലിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 9 to 5 മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ പാരലലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങണം. സോ പണ്ട് ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ നമുക്കൊരു ഏൺ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ജോലി ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈസയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ മണി മേക്സ് മണി. നമ്മൾ പൈസേനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണി നമുക്ക് വേണ്ടിയിട്ട് മണി മേക്ക് ചെയ്ത് തരും. അതിനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയാം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മണി മേക്ക് ചെയ്ത് തരും. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നോർമൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കെല്ലാം നമുക്ക് അക്കരെ പച്ച എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തോ കിട്ടും എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജിയും ടൈമും ഉള്ള സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ടൈം നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് പുതിയ സ്കില്ലുകൾ പഠിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ പലർക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 5 ജോബാണോ പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആണോ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല മെയിൻ ആയിട്ടുള്ള റീസൺ. നമുക്ക് മണി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല, അതിനുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്കില്ല. അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓൾറെഡി ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊരു ബുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ പൈസ സേവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പലരുടെയും മെയിൻ ആയിട്ടുള്ള റോങ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇനിഷ്യലി നിങ്ങൾക്കറിയാം, നമ്മളൊരു 9 to 5 വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മണി മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മണി നമ്മൾ ഭൂരിഭാഗം ആളുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറ് കാറ്, വീട്, കല്യാണം, ഇങ്ങനെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു 10 വർഷത്തേക്കും ലോക്കാവും, EMI ആയിട്ടും ലോണുകളൊക്കെ ആയിട്ടും. അപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു 9 to 5 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏർലി ഏജിൽ നിങ്ങൾ 9 to 5 വർക്ക് ചെയ്തോ, നിങ്ങൾ എന്തിൽ വേണമെങ്കിലും വർക്ക് ചെയ്തോ, പക്ഷെ നിങ്ങൾ ഏൺ ചെയ്യുന്ന മണി പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഒരു ചായക്കട തുടങ്ങാം. അപ്പോൾ എന്തിലാണോ അത് ഗോൾഡ് വാങ്ങിച്ചു വെക്കാം, റിയൽ എസ്റ്റേറ്റ്, ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾ ഇനിഷ്യലി സേവ് ചെയ്യുന്ന മണി നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മണി മേക്ക് ചെയ്ത് തരും. ഇത് ഞാൻ റിയലൈസ് ചെയ്യാൻ ഒരുപാട് വർഷങ്ങളെടുത്തു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 9 to 5 ജോബ് ചെയ്തു, കുറേ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു തോന്നലുണ്ട് അബ്രോഡ് പോയാൽ രക്ഷപ്പെടാം, ഗൾഫിലേക്കോ UK അവിടെ പോയി തിരിച്ചു വരുന്നതിനേക്കാളും നമ്മൾ തിങ്ക് ചെയ്ത ഇതിനുള്ള ആൻസേഴ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ഒക്കെ അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കരിയറോ അങ്ങനെ ഒരു കരിയറൊക്കെ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ഏതൊരു ബിസിനസ്സിനും അതിന് സ്കില്ല് വേണം. നിങ്ങൾക്ക് അക്കൗണ്ടിങ് അറിഞ്ഞിരിക്കണം, മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം, അതേപോലെ പല സ്കിൽസ് അത് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സ്കില്ലിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് ഏൺ ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ അത് പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് SIP പോലുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ ദുബായിൽ ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ട് പലപ്പോഴും. ഈ ജോബ് വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് ലൈഫിൽ. ആ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരു 70, 80 ഒക്കെ നമ്മുടെ വയസ്സാങ്കാലത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, ദൈവമേ അന്ന് ഞാനിത് ചെയ്തിരുന്നെങ്കിൽ അന്ന് രക്ഷപ്പെട്ടു പോയേനെ, എനിക്കത് പറ്റിയേനെ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും.
അപ്പോൾ മെയിൻ ആയിട്ടുള്ള റീസൺ, ഞാൻ ദുബായിലുള്ള സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആള് അറബി ആയിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പെട്ടെന്ന് എനിക്ക് ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് വരാൻ പറ്റി. ഒരു ചെറിയ സബ് റോഡാണ്, നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം, ഞാനിങ്ങനെ അപ്പുറത്ത് വന്ന് എൻ്റെ ഒപ്പം വന്നിട്ട് ഞാൻ പെട്ടെന്ന് പാസ് ചെയ്ത് റോഡിനൊക്കെ അപ്പുറത്ത് കടന്നു. ഇദ്ദേഹം അപ്പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏജ്ഡ് ആകുമ്പോൾ നമ്മൾ സ്ലോ ആകും, നമ്മുടെ എനർജി ലെവല്, കാരണം അദ്ദേഹത്തെ കണ്ടറിയാം അത്യാവശ്യം റിച്ച് ആണ്, പൈസയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏജ്ഡ് ആകും തോറും നമുക്കുള്ള എനർജി നമുക്ക് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി ഉള്ള സമയത്ത് ആ ഡിസിഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് വന്ന് ചെയ്യുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റി അച്ഛനും അമ്മമാരൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും അവരൊരു ബിസിനസ്സിനെയൊക്കെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റും അവർ വളർന്നു വന്ന ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു ഗവൺമെന്റ് ജോബോ അല്ലെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങളെ എത്തിക്കാനായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പലപ്പോഴും എനിക്ക് തോന്നി, ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം മനസ്സുകൊണ്ട് ഒരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കുക. കാരണം ദാറ്റ് വിൽ ബി 100% ട്രൂ. അത് നമ്മുടെ എക്സ്പീരിയൻസ് വേറൊരാളുടെ ഉപദേശം കേട്ടിട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പം ഞാൻ എൻ്റെ ജോലി ദുബായിൽ നിന്ന് വിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചൊരു കാര്യമുള്ളൂ. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഹത്തിൻ്റെ വാലായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് പട്ടിയുടെ തലയായിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതിന് ഒരുപാട് മീനിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എണീറ്റു, നിങ്ങൾ ജോലിക്ക് പോയി, നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തു, വൈകിട്ട് തിരിച്ചു വന്നു, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, കിടന്നുറങ്ങി. ഈ പറഞ്ഞ ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് പല പ്ലാൻസ് ഉണ്ടാവും. എൻ്റെ പാർട്ണറുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് ഒരു ചായക്കട തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ചിന്തകളായിട്ടും നിങ്ങളുടെ ഡ്രീമായിട്ട് മാത്രം നിലനിൽക്കാതെ, നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന ഒരു പൈസ മാറ്റി വെച്ചിട്ട് ആ റിസ്ക് എടുത്ത് നിങ്ങളത് ചെയ്യാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അതിന് ഞാൻ ഇപ്പോൾ ഒരു സക്സസ്ഫുൾ സ്റ്റേജിലാണെന്നൊന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ വെൻ ഐ മേക്ക് എ ഡിസിഷൻ, ഞാൻ എൻ്റെ 9 to 5 എന്ന് പറഞ്ഞ ജോബ് വിട്ടു വരുന്ന സമയത്ത്, പക്ഷെ ഞാൻ ഇത് ഹെൽപ്പ് എ ലോട്ട്. ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് എൻ്റെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ജോലി ഒന്നും ഇല്ലാതെ ഒരു പോകുന്ന ലൈഫിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണർ ഉണ്ടായിരിക്കണം. എല്ലാവരെയും പോലെ തന്നെ ഓക്കെ, കല്യാണത്തിന് മുന്നേ വീട് വെക്ക്, കാർ വാങ്ങുക, ഈ ചോദ്യങ്ങളെല്ലാം ഞാനും കേട്ടിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ അകത്ത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് നമുക്ക് അതിനകത്ത് നോ പറയാൻ പറ്റണം. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം. നമുക്ക് വീട് വെക്കാം, നമുക്ക് കാർ വാങ്ങാം. അതിന് നമുക്കുള്ള ഇൻകം, നമ്മുടെ ജോലി അല്ലാതെ വേറൊരു ഇൻകം നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു EMI എപ്പോഴും ലോക്കായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ പല രീതിയിൽ നമ്മുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ചെറിയ രീതിയിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഒരു 2-3 വർഷമായുള്ളൂ ഞാൻ എൻ്റെ ജോലി ദുബായിൽ നിന്ന് കളഞ്ഞിട്ട് വന്നിട്ട്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ദ ഗ്രോത്ത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഓൾവേസ് സക്സസ്ഫുൾ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് മണി മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഒരു സാധനം എങ്ങനെ സെല്ല് ചെയ്യുന്നു എന്ന് പഠിക്കണം. അതേപോലെ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ റിസ്ക് ഉണ്ട്. സ്റ്റോക്കിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ അകത്ത് മാർക്കറ്റിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രം അത് ചെയ്യുക. അപ്പോൾ പക്ഷെ അത് പേടിയാണെന്നും പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു 60-70 വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അത് ഞാൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളൊരു സാധനം. അത് വരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ബിസിനസ് സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ, നിങ്ങൾ ആ ജേർണി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ള കാര്യം 100% ഷുവർ. അത് മാത്രമല്ല, പിന്നെ ഓൺ ഗോയിങ്ങിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ AI ഒക്കെ വന്നിട്ട് ഒരുപാട് ജോബും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ബി അപ്ഡേറ്റഡ്. ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണോ അത് പഠിക്കുക, അത് റൈറ്റ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചറിയുക. കാരണം എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജോബ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, അത് ഔട്ട്ഡേറ്റഡ് പോകാനും നമുക്ക് ലോസ് വരാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്കില്ലുകൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫാമിങ്ങിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.